തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലും ഇതാ തെരഞ്ഞെടുപ്പ് ചൂട് കടുത്തു കഴിഞ്ഞു. വമ്പൻ വാഗ്ദാനങ്ങളാണ് AIADMKയുടെ പ്രകടന പത്രികയിലുള്ളത്. സ്ത്രീകൾക്ക് പ്രതിമാസം 2000 രൂപയും എല്ലാവർക്കും സൗജന്യ ബസ് യാത്രയുമാണ് പ്രധാന വാഗ്ദാനം. 150 തൊഴിൽ ദിനം ഉറപ്പാക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു. അതേസമയം ജല്ലിക്കെട്ട് മത്സര വിജയികൾക്ക് സർക്കാർ ജോലി നൽകുമെന്നാണ് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ പ്രഖ്യാപനം. സായ്കുമാറാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. സായ്കുമാർ, തമിഴ് രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത തന്നെ അതാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പ്രഖ്യാപനങ്ങളോട് പ്രഖ്യാപനങ്ങളായിരിക്കും. ഇപ്പോഴത്തെ DMK TVK എന്ന നിലയിൽ ചർച്ചകൾ പോകുന്നതിനിടയിലാണ് AIADMK അവരുടെ വരവറിയിക്കുന്ന മട്ടിൽ പുതിയ പ്രഖ്യാപനങ്ങളുമായി എത്തുന്നത്. വിശദാംശങ്ങൾ എന്താണ്? എന്തൊക്കെയാണ് കണ്ണഞ്ചിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ? തീർച്ചയായും വിനീത, സൗജന്യ പ്രഖ്യാപനങ്ങളിൽ ആർക്കാണ് മേൽക്കൈ എന്ന് മത്സരിക്കുകയാണ് യഥാർത്ഥത്തിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും നമ്മളത് കാണുകയും ചെയ്യുന്നു. ഇനിയിപ്പോൾ മാസങ്ങൾ ശേഷിക്കെ AIADMK ആണ് ഇപ്പോൾ ആദ്യഘട്ട പ്രഖ്യാപനങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അവരുടെ പാർട്ടി സ്ഥാപകനായ MG രാമചന്ദ്രന്റെ ജന്മദിനാഘോഷങ്ങൾ നടക്കുന്ന വേളയിലാണ് മുൻ മുഖ്യമന്ത്രി കൂടിയായ എടപ്പാടി പളനിസ്വാമി 5 വലിയ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. പ്രധാനമായും സ്ത്രീകളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള, സ്ത്രീ വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ് അതിൽ പ്രധാനം എന്ന് പറയേണ്ടി വരും. റേഷൻ കാർഡ് ഉടമകളായ കുടുംബനാഥകളായിട്ടുള്ള സ്ത്രീകൾക്ക് മാസം 2000 രൂപ സൗജന്യമായി നൽകും എന്നുള്ളതാണ്. അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ എല്ലാ മാസവും ഈ പണം ക്രെഡിറ്റ് ആകും എന്നുള്ളതാണ് ഇപ്പോൾ എടപ്പാടി പളനിസ്വാമി നൽകുന്ന വാഗ്ദാനം. അതോടൊപ്പം തന്നെ വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് നൽകും. അത് ഇനി സ്ഥലമില്ലാത്തതാണ് പ്രതിസന്ധിയെങ്കിൽ സ്ഥലം കണ്ടെത്തി വീട് നിർമ്മിച്ച് നൽകും എന്നാണ് ഇപ്പോൾ AIADMK നൽകുന്ന വാഗ്ദാനം. അതോടൊപ്പം നിലവിൽ തമിഴ്നാട്ടിൽ ബസ്സുകളിൽ സ്ത്രീകൾക്ക് യാത്ര, സിറ്റി ബസ്സുകളിൽ യാത്ര സൗജന്യമാണ്. അത് പുരുഷന്മാർക്ക് കൂടി ഉണ്ടാകും. അങ്ങനെ തമിഴ്നാട്ടിൽ മുഴുവൻ ആളുകൾക്കും സിറ്റി റൂട്ടുകളിൽ സൗജന്യ ബസ് യാത്ര എന്ന വാഗ്ദാനം കൂടി ഇപ്പോൾ നൽകുന്നുണ്ട്. അതോടൊപ്പം വനിതകൾക്ക് ഇരുചക്ര വാഹനങ്ങൾ വാങ്ങാൻ 25,000 രൂപ സബ്സിഡി അനുവദിക്കും എന്ന ഒരു പ്രഖ്യാപനമുണ്ട്. അതോടൊപ്പം തൊഴിൽ ദിനങ്ങൾ 150 ദിവസമായി ഉയർത്തും എന്ന പ്രഖ്യാപനം വരുന്നു. ഇങ്ങനെ ആളുകളെ കയ്യിലെടുക്കാനുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി. ഇനിയിപ്പോൾ TVKയുടെയും DMKയുടെയും പ്രഖ്യാപനങ്ങൾ വഴിയെ വരാനുണ്ട്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അവിടെ ജല്ലിക്കെട്ട് നടക്കുകയാണ്. അവിടെ പോയി സ്ഥിരമായി വിജയിക്കുന്ന ആളുകൾക്ക് സർക്കാർ ജോലി എന്ന ആദ്യ വാഗ്ദാനം നൽകിയിട്ടുണ്ട്. ഇനി പ്രകടന പത്രിക വരുമ്പോൾ ഇതിനേക്കാൾ വെല്ലുന്ന വാഗ്ദാനങ്ങളായിരിക്കും DMKയും നൽകാൻ പോകുന്നത്. ശരി സായ്കുമാർ, ഏറെ കൗതുകം തോന്നിയതും ആ വാഗ്ദാനമാണ്. അങ്ങനെ ജല്ലിക്കെട്ടിലൊക്കെ സ്ഥിരമായി ജയിക്കുന്നവർക്ക് തമിഴ്നാട്ടിൽ ഇതാ സർക്കാർ ജോലി നൽകുമെന്നതാണ് MK സ്റ്റാലിന്റെ പ്രഖ്യാപനം. കാത്തിരുന്ന് കാണാം. ഏതായാലും തമിഴ്നാട്ടിൽ ജല്ലിക്കെട്ടെന്നാൽ കേവലം ഒരു കാളമൊരുക്കൽ വിനോദമല്ല, അതിനപ്പുറം